ഒരു 10 ദിവസം കഴിഞ്ഞ് നമ്മുടെ വൈന് പൊട്ടിക്കാൻ പോവുകയാണ് ഗൈസ്. എന്താ അവസ്ഥ ഒന്നും അറിയില്ല. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. വൈൻ ഇളക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മരക്കയിലുണ്ടല്ലോ, മരക്കയിൽ വെച്ചിട്ട് വേണം വൈൻ ഇളക്കാൻ. മസ്റ്റ് ആണ് കേട്ടോ, അല്ലെങ്കിൽ സാധനം പണി പാളും. ടോട്ടൽ 40 ദിവസമാണ്. ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഒന്നേ ഇളക്കി കൊടുക്കണം. വീണ്ടും ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഒന്നും കൂടി ഇളക്കി കൊടുക്കണം കേട്ടോ. പൊട്ടിച്ചോക്കില്ലേ? ബിസ്മില്ലാ. അങ്ങനെ നമ്മൾ ആദ്യം കെട്ടുക എടുക്കാനായിട്ട് പോവുകയാണ്. കുറച്ച് കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് കെട്ട് കഴിച്ചു, രണ്ടാമത്തെ കെട്ടും അയച്ചിട്ടുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി. അങ്ങനെ നമ്മൾ വൈന് തുറക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. ഓവാ, അതിൻ്റെ മോനെ സ്മെല്ലും കിട്ടി അടിച്ച് കയറിയിട്ട് കയറിയോ. നമ്മുടെ ഈ മരക്കയിലുണ്ടല്ലോ, ഈ മരക്കയിൽ വെച്ചിട്ട് വേണം ഇത് ഇളക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ജ്യൂസ് മുന്തിരിയാണ് ഗൈസ് ഒന്നും കൂടി ബെറ്റർ കേട്ടോ. അത് നോർമൽ മുന്തിരി ആയിട്ടാണ് ഈ ഒരു കളർ വരുന്നത്. ഒന്നും കൂടി കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ജ്യൂസ് മുന്തിരിയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അടിമേലേക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക, എന്നാൽ ആ പെർഫെക്ഷൻ വരുള്ളൂ. സാധനം ഒരു രക്ഷയില്ല. കിണ്ണം കച്ച് കുറമണായിട്ട് തന്നെ കേട്ടോ. മുന്തിരിയൊക്കെ നോക്കി നിങ്ങൾ ഒട്ടഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വേണം ഇത് കെട്ടാനായിട്ട്. സ്മെല്ലാണ് ഇതിൻ്റെ ഒരു രക്ഷയില്ല. അത് അടിപൊളി കിണ്ണം കച്ച് സ്മെല്ല്. ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ മുന്തിരി ഒന്നും കൂടി വാടാനുണ്ട്. വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു സാധനത്തിൽ തുള്ളി വെള്ളം ഉണ്ടാവരുത്. അഥവാ വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ അടുപ്പത്ത് ചെന്നിട്ട് ചൂടാക്കിയിട്ട് വേണം ഇതിൽ ഇടാൻ കേട്ടോ. നമുക്കിനി മൂടി വെച്ചിട്ട് കെട്ടാനുണ്ട് ഗൈസ്. നമുക്കിനി മൂടി വെക്കട്ടാ. അപ്പൊ ഇനി 10 ദിവസം കൂടി കഴിഞ്ഞിട്ട് കാണാം.